എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രായം ചെന്നവരെ എങ്ങനെയാണ് വീട്ടിൽ വെച്ച് പരിചരിക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. ആധുനിക വൈദ്യശാസ്ത്രം പുരോഗമിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ നൂതന ചികിത്സാ രീതികളും രോഗപ്രതിരോധ സംവിധാനങ്ങളും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും ജനന മരണനിരക്കുകൾ കുറയ്ക്കുന്നതിനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. കേരള ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം 20% ആയതാണ് കണക്ക്. ഇതിൽ സ്ത്രീകളാണ് കൂടുതൽ. പ്രായം ചെന്നവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞവരെയാണ്. ഇന്ന് ജനസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രായമായവരാണെന്നാണ് വിശദമായ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. മനുഷ്യ ശരീരത്തിന് പ്രായമാകുമ്പോൾ മാനസികവും ശാരീരികവുമായി നാശോന്മുഖമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഓരോ വ്യക്തിയിലും ഓരോ രീതിയിലാണ്. ഈ മാറ്റങ്ങൾ കാരണം പ്രായമായവരെ പരിശോധിക്കുന്നവർക്ക് പുതിയതും വ്യത്യസ്തവുമായ അറിവുകൾ ആവശ്യമായി വരുന്നു. മുതിർന്നവരിൽ ഭൂരിഭാഗവും വീട്ടിൽ സന്തോഷത്തോടെ തികച്ചും സ്വതന്ത്രരായി പരസഹായമില്ലാതെ ജീവിക്കുകയും തങ്ങൾ ആരോഗ്യമുള്ളവരാണെന്ന് സ്വയം കരുതുകയും ചെയ്യുന്നു. അതേസമയം പ്രായമായവർ കുടുംബത്തിന് ഭാരമാണെന്ന തോന്നലും അവർ സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്നതും ഇല്ലാതില്ല. വാർദ്ധക്യം ഒരു രോഗമല്ല, എങ്കിലും പ്രായം ചെന്നവർ പെട്ടെന്ന് രോഗബാധിതരാകാം. ഇത്തരം രോഗങ്ങൾ ശരീരം ക്ഷയിപ്പിക്കുന്ന സ്വഭാവമുള്ളവയാകയാൽ മറ്റു ലക്ഷണങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ദീർഘകാലത്തിന് ശേഷമേ വെളിപ്പെടുന്നുള്ളൂ. ഇവ ബലഹീനതയ്ക്കും അവശതയ്ക്കും കാരണമാകും എന്നതിനാൽ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു. വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയും അസുഖങ്ങളുമായി കഴിയുന്ന ഇവരുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പലതാണ്. ചെറുപ്പം മുതലേ ഉള്ള ജീവിതക്രമം, ആഹാരരീതി, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം മുതലായവ വാർദ്ധക്യത്തിൽ പല ശാരീരിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. വാർദ്ധക്യത്തിൽ പൊതുവായി ബാധിക്കുന്ന നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ഹൃദയ സംബന്ധിയും മസ്തിഷ്ക സംബന്ധിയുമായവ, ക്യാൻസർ, ചലനത്തെ സംബന്ധിക്കുന്നവ, മാനസിക രോഗങ്ങൾ, കേൾവിക്കും കാഴ്ചയ്ക്കുമുള്ള തകരാറുകൾ എന്നിവയൊക്കെയാണ്. വാർദ്ധക്യത്തിൽ അപകടങ്ങൾ പിണയാനുള്ള സാധ്യതയും കൂടുന്നു. ഇനി നമുക്ക് നോക്കാം പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ശരീരത്തിന് പ്രായമേറുമ്പോൾ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് കുറയുന്നു. തൽഫലമായി പേശികളിലും അവയവങ്ങളിലും പ്രാണവായു ആവശ്യത്തിന് ലഭിക്കാതെ പ്രവർത്തനം തടസ്സപ്പെടുകയും ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ക്യാൻസർ രോഗികളിൽ അധികവും പ്രായം ചെന്നവരാണ്. ശ്വാസകോശം, കുടൽ, മലദ്വാരം, മാറിടം എന്നിവിടങ്ങളിലാണ് ക്യാൻസർ കൂടുതലായി ഉണ്ടാകുന്നത്. വാർദ്ധക്യത്തിൽ നാഡീവ്യൂഹത്തിന് ക്ഷയോന്മുഖമായ തകരാറുണ്ടായി വിവിധ ശരീരഭാഗങ്ങളുടെ പരസ്പര ധാരണ നഷ്ടമാകുന്നു. കാഴ്ചശക്തിയിലും ശ്രവണശേഷിയിലുമുള്ള തകരാറ് ഒരു പരിധിവരെ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിമിരം അഥവാ കാറ്ററാക്റ്റ്, പ്രമേഹം മുതലായ രോഗങ്ങൾ കാരണം കാഴ്ചയ്ക്കും കേൾവിക്കും തകരാറുണ്ടാകാം. വീഴ്ച വാർദ്ധക്യത്തിൽ പതിവാണ്. വൃക്കയിലുണ്ടാകുന്ന ഒടിവുകൾ 90% വീഴ്ചയിൽ നിന്നുണ്ടാകുന്നത്രേ. പ്രായം അസ്ഥികളെ ദുർബലമാക്കുന്നു. അവ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. വാർദ്ധക്യത്തിൽ അസ്ഥികളുടെയും സന്ധികളുടെയും മുറിവുകൾ പെട്ടെന്ന് ഭേദമാവുകയില്ല. അതിനാൽ
പല ഒടിവുകളും വൃദ്ധരിൽ സ്ഥിരമായ അംഗവൈകല്യത്തിന് കാരണമാകുന്നു. വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായ ക്ഷീണത്തോടെ ബന്ധപ്പെട്ടതാണ് മാനസിക രോഗങ്ങളും. മാനസിക രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ പലതാകാം. കുടുംബത്തിലെ മരണം, വരുമാനത്തിലുണ്ടാകുന്ന കുറവ്, കുടുംബത്തിലും സ്നേഹിതരിൽ നിന്നുമുള്ള ഒറ്റപ്പെടൽ, മറ്റ് വൃദ്ധജനങ്ങളുമായുള്ള താതാത്മ്യം പ്രാപിക്കൽ, ആകെ കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളുടെ ഒരു ജീർണത, ഉത്കണ്ഠാജനകമായ മറ്റ് പരിതസ്ഥിതികൾ, ഇവയൊക്കെ ആകാം. ശാരീരിക പ്രശ്നങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനസിക പ്രശ്നങ്ങൾ. സാധാരണയായി കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾ വിഷാദം, ഉത്കണ്ഠ, ഓർമ്മക്കുറവ്, തെറ്റിദ്ധാരണകൾ അഥവാ മിഥ്യാബോധം, ഉറക്കമില്ലായ്മ, ആത്മഹത്യ പ്രവണത എന്നിവയൊക്കെയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രായം ചെന്നവരുടെ പൊതുവായ പരിചരണം എങ്ങനെയൊക്കെയാണെന്ന്. പ്രായമായവരിൽ ഭൂരിഭാഗവും കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ സന്തുഷ്ടരാണ്. കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റവും സ്ത്രീകളിലെ തൊഴിൽ വർധനയും വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും ഒരു വശത്ത് സന്തോഷത്തോടെയും സഹകരണത്തോടെയും ജീവിക്കുന്ന വൃദ്ധജനങ്ങൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ, മറുവശത്ത് വൃദ്ധ മാതാപിതാക്കളെ ഒരു ഭാരമായി കണ്ട് വെറുപ്പോടുകൂടി അവരെ അവഗണിച്ച് ജീവിക്കുന്ന സന്താനങ്ങളെയും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. കുടുംബത്തിൽ അനുയോജ്യമായ പാർപ്പിട സൗകര്യം ചിലർക്ക് ലഭ്യമല്ല. മറ്റു ചിലർക്ക് കുടുംബം പോലും അവശേഷിച്ചിട്ടില്ല. ഇത്തരത്തിൽപ്പെട്ടവർക്ക് വാസസ്ഥലം ലഭിക്കുക എന്നത് അതിപ്രധാനമായ ഒരു ആവശ്യമാണ്. വാസസ്ഥലം എങ്ങനെയുള്ളതോ ആകട്ടെ, അതിനൊരു ഗ്രഹാന്തരീക്ഷം ഉണ്ടായിരിക്കണം. സ്വതന്ത്രമായും സ്വകാര്യത നഷ്ടപ്പെടാതെയും കഴിയാൻ അവർക്ക് സാധിക്കണം. കഴിയുന്നിടത്തോളം ഷോപ്പുകൾക്കും ആരാധനാലയങ്ങൾക്കും വിനോദ കേന്ദ്രങ്ങൾക്കും സമീപം ഗതാഗത സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം പാർപ്പിടങ്ങൾ. പ്രായം ചെല്ലുന്തോറും ദൗർബല്യമേറി വരികയും കൂടുതൽ പരസഹായം ആവശ്യമാവുകയും ചെയ്യും. വൃദ്ധജനങ്ങൾക്ക് ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ ശക്തി പകർന്നു കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ്. കൂടെയുള്ള വൈദ്യപരിശോധനകൾ വഴി ഇവരുടെ അവശതകൾക്ക് ശരിയായ പരിചരണവും ചികിത്സയും നൽകിയാൽ വാർദ്ധക്യകാല ജീവിതം സുഖകരമാക്കുവാൻ സാധിക്കും. കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരാക്കുക, സമയാസമയങ്ങളിൽ ഔഷധങ്ങൾ കഴിപ്പിക്കുക, ഭക്ഷണം, സോഷ്യൽ യാത്ര ഇവ ശ്രദ്ധയോടെ ചെയ്യാൻ പരിശീലിപ്പിക്കുക, പ്രായത്തിന് അനുയോജ്യമായ കലാകായിക വിനോദങ്ങളിൽ പങ്കെടുപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങൾ വഴി ഇവരെ ശാരീരിക അവശതകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. വാർദ്ധക്യത്തിൽ ഏറ്റവും അധികം അലട്ടുന്നത് ഏകാന്തതയെക്കുറിച്ചുള്ള ഭയമാണ്. എന്ത് വില കൊടുത്തും ഈ ഭയം അകറ്റണം. സമൂഹത്തിലോ തനിച്ചോ എങ്ങനെ ജീവിച്ചാലും സ്ഥിരമായ കൂട്ടുകെട്ട് അത്യാവശ്യമാണ്. പെട്ടെന്ന് ക്ഷീണിതരാകും എന്നതിനാൽ സന്ദർശനങ്ങൾ ഹ്രസ്വവും വൈവിധ്യമുള്ളതും ആകണം. പക്ഷേ ബാഹ്യലോകത്തിലും ദൈനംദിന കാര്യങ്ങളിലും അവർക്കുള്ള താല്പര്യം വലുതായിരിക്കും. താല്പര്യം കുറയുമ്പോൾ തങ്ങളുടെ സ്മരണകൾ അയവിറക്കുന്നത് ക്ഷമയോടെ കേട്ടിരിക്കാൻ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച കാര്യമാണെങ്കിലും ശ്രോതാവിനെ ആവശ്യമായി വരും. ഇനി അവർക്ക് വേണ്ട മുറിയെപ്പറ്റി സ്വല്പം നമുക്ക് സംസാരിക്കാം. മുറി ആവശ്യത്തിന് ചൂടും വായു സഞ്ചാരമുള്ള തണുപ്പേൽക്കാത്ത മുറിയായിരിക്കണം. രോഗിയുടെ സ്വകാര്യ വസ്തുക്കളെല്ലാം കൈയെത്തുന്നിടത്ത് കട്ടിലിൻ്റെയോ കസേരയുടെയോ സമീപം വയ്ക്കണം. ചിത്രങ്ങളും പുതിയ പൂക്കളും രോഗിക്ക് ഉന്മേഷം പകരും. ഒരു ബെല്ലോ വിസിലോ ഒരു വടിയെങ്കിലും അടുത്തുണ്ടായിരുന്നാൽ സഹായം ആവശ്യമുള്ളപ്പോൾ സൗകര്യമാകും. രോഗി വിളിച്ചില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ അവരെ സന്ദർശിക്കുന്നതും
ഏതാനും മിനിറ്റ് നേരം അടുത്തുണ്ടായിരിക്കുന്നതും തങ്ങളെ അവഗണിക്കുക എന്ന ബോധം ഇല്ലാതാക്കാൻ സഹായിക്കും. രോഗിക്ക് നിഷ്പ്രയാസം കിടക്കാനും എഴുന്നേൽക്കാനും കഴിയും വിധം കട്ടിലിൻ്റെ ഉയരം കുറഞ്ഞിരിക്കണം. പ്രയാസം കൂടാതെ വായിക്കാൻ ഒരു ലൈറ്റ് സംവിധാനം ചെയ്യുന്നതും നല്ലതാണ്. പുതപ്പ് ഭാരം കുറഞ്ഞതും ചൂട് നൽകുന്നതുമാകണം. അയഞ്ഞ മട്ടിൽ പാദങ്ങൾക്ക് മുകളിൽ, പ്രത്യേകിച്ചും അത് മെത്തയുടെ വശങ്ങളിൽ തിരികെ വെക്കണം. ചാരിയിരിക്കുന്നതിന് ആവശ്യമായ തലയണകൾ വേണം. ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. എല്ലാ സന്ധികളെയും ചലിപ്പിക്കുന്ന ലഘുവായ വ്യായാമ മുറകൾ കഴിവതും എല്ലാ ദിവസവും ചെയ്യിക്കണം. ഇനി ശുചിത്വത്തെ പറ്റി പറയാം. പ്രായം ചെല്ലുമ്പോൾ വിയർപ്പും സ്വേദഗ്രന്ഥികളുടെ പ്രവർത്തനവും കുറയുന്നതിനാൽ ചെറുപ്പക്കാരെ പോലെ ദിവസവും കുളിക്കേണ്ടതില്ല. തണുപ്പും ക്ഷീണവും ഒഴിവാക്കാൻ കുളി പെട്ടെന്ന് നടത്തണം. വൃത്തിയായ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. ചർമ്മത്തിന് പൊട്ടലുണ്ടാകാൻ എളുപ്പമായതിനാൽ തൊലിയിലെ വ്രണങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുതുകും സമ്മർദ്ദമേൽക്കുന്ന മറ്റ് ശരീരഭാഗങ്ങളും 4 മണിക്കൂറിൽ ഒരിക്കൽ പരിശോധിക്കണം. പേശികളുടെ ബലക്ഷയം കാരണം വ്രണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചർമ്മത്തിൽ ക്രീമുകൾ പുരട്ടാം. അതിന് മുറിവെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി തലമുടിയും നഖങ്ങളും, അതിനെപ്പറ്റി. തലമുടിയുടെ ആരോഗ്യത്തിന് ദിവസവും തലമുടി ചീകി ഒതുക്കി രോഗി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കെട്ടിവയ്ക്കണം. ഉഷ്ണകാലത്ത് തലമുടി ആഴ്ചയിൽ ഒരിക്കൽ കഴുകുക. നഖങ്ങൾ നീളം കുറച്ച് ശുചിയായി സൂക്ഷിക്കുക. ഇനി വായുടെ പരിചരണം. തുടർച്ചയായ പരിചരണം ആവശ്യമാണ്. കൃത്രിമ ദന്തങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ ഭക്ഷണത്തിന് ശേഷവും രാത്രിയിലും ഇളക്കിയെടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകണം. വായ് വൃത്തിയാക്കുമ്പോൾ മോണയ്ക്കും കവിളിനും ഇടയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടം പറ്റിയിരിക്കാതെ നോക്കണം. ഭക്ഷണത്തിന് ശേഷം വായ ബ്രഷ് ചെയ്യണം. ഇനി കണ്ണുകളുടെ പരിചരണം. കണ്ണുകൾ ചൂടുവെള്ളം കൊണ്ട് ശ്രദ്ധയോടെ കഴുകണം. വേദനയോ പഴുപ്പോ ഉണ്ടെങ്കിൽ കഴുകാൻ ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിക്കണം. ഭക്ഷണം കൃത്യസമയത്ത് കുറഞ്ഞ അളവിൽ വിളമ്പുക. ലഘുവായതും പോഷകപ്രദവും ആവശ്യത്തിന് ദ്രവപദാർത്ഥങ്ങൾ ഉൾപ്പെട്ടതുമാകണം. ഒരു സമയം വളരെയധികം പാനീയങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കുറഞ്ഞ അളവിൽ പലപ്പോഴായി കഴിക്കുന്നതാണ് നല്ലത്. കൂടുതലായാൽ ആമാശയം നിറഞ്ഞ് അസുഖമുണ്ടാകാം. സമയം കൂടുതലെടുത്താലും ഉച്ഛിഷ്ടം നിലത്ത് വീണാലും തന്നെത്താൻ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നല്ലത്. അടുത്തതായി മലമൂത്ര വിസർജനം. പ്രായം ചെന്നവരിൽ പലപ്പോഴും മലബന്ധം ഉണ്ടാകും. പതിവായി ടോയ്ലറ്റിൽ പോകാനോ ആവശ്യമുള്ളപ്പോഴെല്ലാം ബെഡ്പാനും കമോഡ് ഉപയോഗിക്കാനോ സാധിച്ചില്ലെങ്കിൽ ഇത് വഷളാകാൻ സാധ്യതയുണ്ട്. ദിവസത്തിൽ ഒരിക്കലോ 1-2 ദിവസങ്ങളിലോ മലവിസർജനം മതിയാകും. പ്രായം കൊണ്ട് പേശികൾ ദുർബലമാകുന്നതിനാൽ മൂത്രാശയത്തിന് നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് തോന്നുമ്പോൾ മൂത്രം ഒഴിക്കണം. അടുത്തതായി രോഗിയുടെ സ്വയം പരിചരണം. പ്രായം ചെന്നവരുടെയും ദീർഘകാലം അസുഖമായി കിടക്കുന്നവരുടെയും കാര്യത്തിൽ സ്വയം പരിചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സ്വയം പരിചരണത്തിൽ സഹായിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുക. സഹായത്തിന് ആളെ വിളിക്കുന്നതിനായി കൈയെത്തുന്നിടത്ത് ബെൽ സ്ഥാപിക്കുക. കഴിവുള്ളിടത്തോളം സ്വയം പരിചരണത്തിന് സൗകര്യം ഉണ്ടാക്കുക. ചിലപ്പോൾ തങ്ങളുടെ ചില വസ്തുക്കൾ ചില നിശ്ചിത സ്ഥാനങ്ങളിൽ തന്നെ വയ്ക്കണമെന്ന് നിർബന്ധിച്ചാൽ അതിന് വഴങ്ങുക. അതായിരിക്കും നല്ലത്. ആവശ്യമെങ്കിൽ വായിക്കുന്നതിന് ഒരു ലൈറ്റും ഘടിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വൃദ്ധരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ള രോഗികൾ തന്നെത്താൻ നിർവഹിക്കാനുള്ള പ്രോത്സാഹനം ക്ഷമയോടെയും ധാരണയോടെയും നൽകുക. അടുത്തതായി രോഗിയുടെ സുരക്ഷിതത്വം. അതിനെപ്പറ്റി. സാംക്രമിക രോഗങ്ങളുടെ പകർച്ച തടയുന്നതിൽ സുരക്ഷിതത്വ നടപടികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ടത് ഏതെന്ന് വെച്ചാൽ മലിന പദാർത്ഥങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, വിസർജ്യ വസ്തുക്കൾ യഥാവിധി സംസ്കരിക്കുക, രോഗിയെ പരിചരിക്കുന്നതിന് മുൻപും പിൻപും കൈകൾ കഴുകുക, ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുക, ആവശ്യമുള്ളപ്പോൾ എല്ലാം വിദഗ്ധോപദേശം തേടുക എന്നൊക്കെ ഉള്ളതായിരിക്കണം. ഇനി നേരം പോക്കുകൾ. വൃദ്ധരുടെ മനസ്സ് പ്രവർത്തനക്ഷമമല്ലെന്ന് കരുതരുത്. അവരെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടെന്ന് കരുതുന്നിടത്തോളം അവരുടെ മാനസികവും ശാരീരികവുമായ കഴിവുകൾക്ക് ക്ഷയം സംഭവിക്കുകയില്ല. പച്ചക്കറികൾ തയ്യാറാക്കുക, പേപ്പറുകളും കാർഡുകളും തരംതിരിക്കുക തുടങ്ങിയ ചെറിയ വീട്ടുജോലികൾ അവർക്ക് സന്തോഷം നൽകുമെന്ന് മാത്രമല്ല തങ്ങളെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന ബോധം ജനിപ്പിക്കുകയും തുടർന്നും പ്രവർത്തന നിരതരാവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. വൃദ്ധരോഗികളോട് അറിയുമോ എന്നതിന് പകരം സ്വയം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതാണ് നല്ലത്. ഈ കൂട്ടർ അതിരുകൾ ലംഘിച്ചാലും പരിചാരകർ അതിര് വിടരുത്. ക്ഷമ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ചുരുക്കത്തിൽ വൃദ്ധരെ ശുശ്രൂഷിക്കുന്നത് മരുന്നുകൊണ്ടല്ല, അത് മനസ്സുകൊണ്ടായിരിക്കട്ടെ. വൃദ്ധജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാനോ
ലഘൂകരിക്കാനോ സമൂഹത്തിന് ഒരു ബാധ്യതയുണ്ട്. ഈ കാലത്ത് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് പ്രായമായവരെ ശുശ്രൂഷിക്കുന്ന ബന്ധുക്കളെ പ്രോത്സാഹിപ്പിക്കലാണ്. ശുശ്രൂഷിക്കുന്നവർ അഥവാ കെയർ ടേക്കേഴ്സ് പലപ്പോഴും മാനസിക പിരിമുറുക്കത്തിൽ ആയിരിക്കും. അവരെ സഹായിക്കേണ്ടത് മറ്റ് ബന്ധുക്കളുടെയും സമൂഹത്തിൻ്റെയും ബാധ്യതയാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകർക്ക് പ്രത്യേക ട്രെയിനിങ്ങും കൗൺസിലിങ്ങും കൊടുക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഇനി പ്രായം ചെല്ലുന്തോറും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അവ പറയാം. നമ്മൾ എവിടെയായാലും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ പരിശ്രമിക്കണം. പ്രായത്തെയോ വാർദ്ധക്യത്തെയോ നിഷേധിച്ച് യുവത്വം ഭാവിക്കാതിരിക്കുക. പ്രായമായി എന്ന വസ്തുത അംഗീകരിക്കുക. വാർദ്ധക്യം നിഷ്ക്രിയത്വത്തിൻ്റെ കാലമല്ല എന്ന ബോധം വളർത്തിയെടുക്കുക. കൂട്ടായ്മകളിൽ കഴിവതും പങ്കുചേരുക. ശരിയായ ആശയവിനിമയം വളർത്തിയെടുക്കുക. അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇരുട്ടിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാതിരിക്കുക. കിടക്കയിൽ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാതിരിക്കുക. ഭക്ഷണത്തിലും ഉറക്കത്തിലും കൃത്യനിഷ്ഠ പാലിക്കുക. കാഴ്ചയും കേൾവിയും പ്രശ്നമെങ്കിൽ പരിഹാരം തേടുക. അത്യാവശ്യ കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ ചെറിയ ഒരു ബുക്ക് സൂക്ഷിക്കുക. ദിവസേന ഉപയോഗിക്കുന്ന വസ്തുക്കൾ വൃത്തിയാക്കി ഒരേ സ്ഥലത്ത് വയ്ക്കുക. കടുംപിടുത്തം ഉപേക്ഷിക്കുകയും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ശാരീരിക രോഗങ്ങൾക്ക് കൃത്യമായി പരിശോധന നടത്തുക. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഉള്ള കഴിവുകളെ ഓർത്ത് എല്ലാ പ്രഭാതത്തിലും ഈശ്വരന് നന്ദി പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.